മോർണിംഗ് ഇൻഫോടെക്കിന്റെ മൈക്രോസോഫ്റ്റ് വേർഡ് ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്ട്സിനെ കുറിച്ചും ടേബിൾസിനെ കുറിച്ചുമാണ്. അതായത് ഒരു ഒബ്ജക്റ്റ് എങ്ങനെ അലൈൻ ചെയ്യാം, അതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, അൺഗ്രൂപ്പ് ചെയ്യാം, ആ ഒബ്ജക്ട്സിന്റെ ഓർഡറിങ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം എന്നിവയെ കുറിച്ചും, അതുപോലെ തന്നെ ടേബിൾസ് എങ്ങനെ മോഡിഫൈ ചെയ്യാം, അതിനകത്ത് ഒരു റോ അല്ലെങ്കിൽ കോളം എങ്ങനെ ആഡ് ചെയ്യാം, പിന്നെ പറയുന്നത് ചാർട്ട്സ് ആണ്, ചാർട്ട്സിന്റെ ലേഔട്ടും സ്റ്റൈലൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. നമുക്ക് ആദ്യം ഒബ്ജക്ട്സ് എങ്ങനെ അലൈൻ ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒബ്ജക്ട്സിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഒബ്ജക്ട്സ് പറയുമ്പോൾ നമുക്ക് ഷേപ്സ് തന്നെയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഷേപ്സ് എടുക്കാം. ഇപ്പം ഞാൻ ഒരു റെക്റ്റാങ്കിൾ എടുത്തു. ഇതേ ഷേപ്പിൽ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. കോപ്പി എടുത്തു, പേസ്റ്റ് കൊടുത്തു. ഇപ്പം ഇതിൻ്റെ കളർ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറ് മാറ്റി കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ 4 ഒബ്ജക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഒബ്ജക്ട്സിനെ എങ്ങനെ അലൈൻ ചെയ്യാനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 4 ഒബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഷേപ്പ് ഫോർമാറ്റിൽ വന്നിട്ട് ഫോർമാറ്റ് ടാബിൽ വന്നിട്ട് അലൈൻ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, റൈറ്റ്, ടോപ്പ്, മിഡിൽ, ബോട്ടം പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അലൈൻ സെൻറ്റർ ആണെങ്കിൽ എല്ലാ ബോക്സുകളും എല്ലാ ഷേപ്സുകളും സെൻറ്ററിലോട്ട് അലൈൻ ആവും. അലൈൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാതും ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്യും. അങ്ങനെ ഓരോ ഓപ്ഷൻസ് നമ്മൾ എടുക്കുന്നതിനനുസരിച്ചിട്ട് അത് ഓരോ രീതിയിൽ അലൈൻ ചെയ്യുന്നതായിരിക്കും. നമ്മൾ അലൈൻ ലെഫ്റ്റാണ് കൊടുത്തത്, ലെഫ്റ്റ് സൈഡിലോട്ട് അതെല്ലാം അലൈൻ ചെയ്ത് നിൽക്കണ്ടാവും. പിന്നെ വരുന്ന ഓപ്ഷൻ പറയുന്നത് അലൈനകത്ത് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടലി അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു സ്പേസ് നമുക്ക് ഈക്വൽ ആയിട്ട് കൊടുക്കാനാണ് ഈ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കലി ഞാൻ കൊടുക്കുന്നത്, നമ്മുടെ ബോക്സ് വെർട്ടിക്കലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വെർട്ടിക്കലി എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ഷേപ്പ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ഷേപ്പിന്റെ ആ ഒരു ഡിസ്റ്റൻസ് പറയുന്നത് ഈക്വൽ ആയിട്ട് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ഷേപ്സിന്റെ ഇടയിലുള്ള സ്പേസുകൾ, എല്ലാ ഷേപ്സിന്റെ ഇടയിലുള്ള സ്പേസുകൾ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ടാവും. ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കമ്പ്യൂട്ടർ സ്കിൽസിൽ അടിപൊളിയാവട്ടെ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഈ ഷേപ്സിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്യാന്നാണ്. അപ്പോൾ ഗ്രൂപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ഓരോ ഷേപ്പും സെലക്ട് ചെയ്യാം. അതിനുശേഷം ഷേപ്പ് ഫോർമാറ്റിനകത്ത് ഗ്രൂപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഗ്രൂപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ എൻ്റെ അണ്ടറിൽ വരും. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 ഷേപ്സുകളും ഒറ്റ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി നമ്മളത് എങ്ങോട്ട് മൂവ് ചെയ്താലും അത് ഒരുമിച്ചിട്ടായിരിക്കും മൂവ് ആവുന്നത്. നെക്സ്റ്റ് തന്നെ അൺഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് ഗ്രൂപ്പ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം പറഞ്ഞാൽ നമുക്ക് 4 ഷേപ്സിനെയും ഒരുമിച്ച് അതിൻ്റെ സൈസ് കൂട്ടാനോ അല്ലെങ്കിൽ അത് മൂവ് ചെയ്യാനോ എളുപ്പമായിരിക്കും. അപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്ത ഈ ഷേപ്സിനെ എങ്ങനെ അൺഗ്രൂപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഗ്രൂപ്പിൽ പോവാം. അൺഗ്രൂപ്പ് പറഞ്ഞ ഓപ്ഷൻ അവിടെ എനേബിൾ ആയിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും പഴയ ഫോർമാറ്റിലോട്ട് തന്നെ അത് വരുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഒബ്ജക്ട്സിന്റെ ഓർഡറിങ്ങിനെ കുറിച്ച് പഠിക്കണം. ഓർഡറിങ് പറഞ്ഞൊന്നുമില്ല, ഒരു ഒബ്ജക്റ്റിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ ബാക്ക്വേർഡ് കൊണ്ടുവരിക, അതാണ് ഓർഡറിങ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിനെ അടുത്ത ഷേപ്പിന്റെ മേലോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് എനിക്ക് ഗ്രീനിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും, അതായത് ഓറഞ്ചിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഷേപ്പ് ഫോർമാറ്റിനകത്ത് ബ്രിങ് ഫോർവേഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ബ്രിങ് ഫോർവേഡിനകത്ത് തന്നെ ബ്രിങ് ഫോർവേഡും ഉണ്ട്, ബ്രിങ് ടു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ ബ്രിങ് ഫോർവേഡ് പറഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഷേപ്പിന്റെ മേലോട്ട് ഫോർവേഡ് കൊണ്ടുവരാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ബ്രിങ് ടു ഫ്രണ്ട് പറഞ്ഞാൽ ഇതിനകത്ത് എത്ര ഒബ്ജക്ട്സ് ഉണ്ടോ ആ ഒബ്ജക്ട്സിന്റെ ഒക്കെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ബ്രിങ് ടു ഫ്രണ്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. ബ്രിങ് ടു ഫ്രണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രീൻ ആയിരിക്കും ഏറ്റവും ഫ്രണ്ടിൽ വന്ന് കിടക്കുന്നത്. ഇപ്പം നമ്മുടെ ഓറഞ്ച് എടുത്തിട്ട് ബ്രിങ് ഫോർവേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓറഞ്ച് വന്നിട്ട് പർപ്പിളിന്റെ മുന്നിൽ വരും.
പക്ഷെ ഗ്രീനിൻ്റെ തൊട്ട് ബാക്കിലായിരിക്കും അത് കിടക്കുന്നുണ്ടാവാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സെൻഡ് ബാക്ക്വേർഡ് കൊടുക്കാം. സെൻഡ് ബാക്ക്വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പർപ്പിളിൻ്റെ ബാക്കിലോട്ടായിരിക്കും അത് മൂവ് ആവുന്നത്. അതുപോലെ സെൻഡ് ടു ബാക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലൂവിൻ്റെയൊക്കെ ബാക്കിലോട്ടായിരിക്കും അത് മൂവ് ആയി പോകുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കുറേ ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഷേപ്പ് സെലക്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ബാക്കിലുള്ള ഒരു ഷേപ്പ് നമുക്ക് സെലക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്ഷൻ പറയുന്നത് സെലക്ഷൻ പാൻ പറഞ്ഞ ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് എത്ര ഷേപ്സ് ഉണ്ടോ ആ ഷേപ്സിൻ്റെ ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരും. അതുപോലെ ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ ഷേപ്പാണ് നമ്മുടെ ബ്ലൂവിൻ്റെ അടിയിൽ കിടക്കുന്നത്. സോറി, അത് ബ്ലൂ ആണ്. അപ്പോൾ നമ്മുടെ ബ്ലൂവിൻ്റെ അടിയിൽ കിടക്കുന്നത് ഈ ഒരു ഷേപ്പാണ്. അപ്പോൾ അതാണ് സെലക്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. അതിനാണ് സെലക്ഷൻ പാൻ യൂസ് ചെയ്യുന്നത്. ഒരു ഷേപ്പ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യേണ്ട ഷേപ്പ് ആദ്യം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഷേപ്പ് ഫോർമാറ്റിനകത്ത് റൊട്ടേറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആരോ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൊട്ടേറ്റ് ലെഫ്റ്റ്, റൊട്ടേറ്റ് റൈറ്റ്, റൊട്ടേറ്റ് ലെഫ്റ്റ്, ഫ്ലിപ്പ് വെർട്ടിക്കൽ, ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ പറഞ്ഞ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഷേപ്പ് നമ്മളുടെ റൊട്ടേഷൻ അനുസരിച്ചിട്ട് അത് റൊട്ടേറ്റ് ആവുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. അത് ഇതുപോലത്തെ ഉപകാരപ്രദമായ മറ്റു വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് പ്രചോദനമാകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡോക്യുമെന്റിനകത്ത് എങ്ങനെ ടേബിൾസ് ആഡ് ചെയ്യാമെന്നാണ്. അപ്പോൾ ടേബിൾസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ടിനകത്ത് ടേബിൾ പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ആരോ ക്ലിക്ക് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 3 രീതിയിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഒന്ന് വന്നിട്ട് നമുക്കിവിടെ റോയും കോളവും സെലക്ട് ചെയ്തിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിങ്ങനെ ഒരു ടേബിൾ വരുന്നതായിരിക്കും. രണ്ടാമത് വന്നിട്ട് ടേബിൾസിനകത്ത് ഇൻസേർട്ട് ടേബിൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട റോസും കോളംസും കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 റോ തന്നെ കൊടുക്കുന്നുണ്ട്. കോളംസ് വന്നിട്ട് ഒരു 3 കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ 3 കോളയും 4 റോസും വന്നു. ഇത് രണ്ടാമത്തെ മെത്തേഡ്. പിന്നത്തെ മെത്തേഡ് വന്നിട്ട് ഇൻസേർട്ടിനകത്ത് ടേബിളിനകത്ത് ഡ്രോ ടേബിൾ പറഞ്ഞൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടേബിൾ വരയ്ക്കാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ടേബിൾ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ടേബിൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ടേബിളിനകത്ത് എങ്ങനെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ എവിടെയാണോ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് അവിടെ കേഴ്സർ കൊണ്ട് വെച്ചിട്ട് നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നെയിം, റോൾ നമ്പർ, ക്ലാസ്, ഡിവിഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിനകത്ത് ഒരു പുതിയ റോ എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. ഞാൻ ഈ ഒരു നെയിം കൊടുത്ത ആ ഒരു റോ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാലും ഇൻസേർട്ട് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പോൾ അതിനകത്ത് ഇൻസേർട്ട് കോളം ടു ദ ലെഫ്റ്റ്, ഇൻസേർട്ട് കോളം ടു ദ റൈറ്റ്. ഇപ്പോൾ നമ്മൾ കോളമാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിൻ്റെ ലെഫ്റ്റിലാണോ ആഡ് ചെയ്യേണ്ടത് റൈറ്റിലാണോ ആഡ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. പിന്നെ ഇൻസേർട്ട് റോ എബോവ് ഉണ്ട്, ഇൻസേർട്ട് റോ ബിലോ ഉണ്ട്. അതായത് ഒരു സെലക്ട് ചെയ്ത റോൻ്റെ എബോവ് ആണ് നമുക്ക് വരേണ്ടത്, പുതിയ റോ ബിലോ ആണ് വരേണ്ടത് നോക്കാം. അപ്പോൾ ഞാൻ എബോവ് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു റോ ആഡ് ചെയ്യുന്നത് മനസ്സിലാവുള്ളൂ. നമ്മൾ കൊടുത്ത ടെക്സ്റ്റുകളുടെ ആ റോൻ്റെ മേലെയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു റോ ആഡ് ചെയ്തു. ഇനി ഈ ഒരു റോ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് റോ കൊടുക്കാം. അപ്പോൾ ഡിലീറ്റ് റോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു റോ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ടാവും. ഡിലീറ്റ് തന്നെ പല ഓപ്ഷൻ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. നമുക്ക് ജസ്റ്റ് ഈ ഒരു റോ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡിലീറ്റ് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാം. പിന്നെ അത് ഈ ഒരു ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് സെൽസ് ഉണ്ട്, ഡിലീറ്റ് കോളം ഉണ്ട്, ഡിലീറ്റ് റോസ് ഉണ്ട്, ഡിലീറ്റ് ടേബിൾ ഉണ്ട്. അപ്പോൾ സെൽ പറയുന്ന ഒരു പർട്ടിക്കുലർ സെല്ല് അതിനകത്ത് ഡിലീറ്റ് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഡിലീറ്റ് കോളം പറയുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത കോളം ഡിലീറ്റ് ചെയ്യാനും,
ഡിലീറ്റ് റോ പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്ത റോ ഡിലീറ്റ് ചെയ്യാനും ഇതിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതാണ്. പിന്നെ ഒന്ന് ഡിലീറ്റ് ടേബിൾ ആണ്, അതായത് ഈ ഒരു ടേബിൾ മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ടേബിൾ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇത് വന്നിട്ട് ഡിലീറ്റ് ടേബിൾ എന്ന് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ടേബിളാണ് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ടേബിൾ ഡിലീറ്റ് ആയിട്ടുണ്ടാവും. ഇതുപോലുള്ള മറ്റു ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടേബിളിൻ്റെ സ്റ്റൈല് എങ്ങനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ആ ടേബിൾ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ടേബിൾ ഡിസൈൻ വരുന്ന ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടേബിൾ സ്റ്റൈൽസ് കുറേ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏത് സ്റ്റൈലാണോ നമുക്ക് ആപ്റ്റായിട്ട് തോന്നുന്നത് അതിവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ടേബിളിൻ്റെ കളറൊക്കെ ചേഞ്ച് ആവുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോർമാറ്റിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടേബിൾ സ്റ്റൈല് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ആറിൽ ക്ലിക്ക് ചെയ്യുന്ന ഒത്തിരി ടേബിൾ സ്റ്റൈലുണ്ട്. അതുകൊണ്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂ ടേബിൾ സ്റ്റൈലൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഈ ഒരു ടേബിളിൻ്റെ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. ഈ ടേബിൾ എങ്ങനെ മോഡിഫൈ ചെയ്യാൻ നോക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷനിലോട്ട് പോവാം. ടേബിൾ സ്റ്റൈൽ ഓപ്ഷൻസ്. ഇതിനകത്ത് ഹെഡർ റോ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് റോ, ടേബിളിൻ്റെ ഫസ്റ്റ് റോ സ്പെഷ്യൽ ഫോർമാറ്റിങ്ങിൽ അപ്പിയർ ചെയ്യാനാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ടിക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോ പറയുന്നത് നോർമൽ റോ പോലെ തന്നെ ഉണ്ടാവും. അതേസമയം ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ പറയുന്നത് കുറച്ചും കൂടി എടുത്ത് കാണിക്കും. പിന്നെ ഇന്ന് ബാൻഡഡ് റോസ് ആണ്. ടോട്ടൽ റോ പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിവിടെ ടോട്ടലിൻ്റെ അവിടെ മാത്രം ചേഞ്ച് ആവും. പിന്നെ വരുന്നത് ബാൻഡഡ് റോസ് ആണ്. ബാൻഡഡ് റോസ് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരു ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ്, ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റ് ഷെയ്ഡ്, ഇതിന് നമ്മൾ ബാൻഡഡ് ആയിട്ട് വന്നിരിക്കുകയെന്ന് പറയുന്നത്. അപ്പോൾ അത് ടിക്ക് എടുത്ത് കഴിഞ്ഞാൽ എല്ലാ സെല്ലും ഒരേ സൈസിലും അല്ലെ ഒരേ സ്റ്റൈലിൽ തന്നെയായിരിക്കും വരുന്നുണ്ടാവാം. അപ്പോൾ നമ്മളിവിടെ ഓരോന്നും ടിക്ക് എടുത്ത് കളയുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടിക്ക് ഇടുന്നതിനനുസരിച്ച് നമ്മുടെ ടേബിളിൽ ചേഞ്ചസ് വന്നിട്ടേ ഇരിക്കും. ഇപ്പോൾ ബാൻഡഡ് കോളത്തിന് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് കോളം കൊടുക്കാം, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം കൊടുക്കാം. ഇപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടേബിൾ നമുക്കിനി ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോർഡർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടേബിൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് ടേബിൾ ഡിസൈനകത്ത് ബോർഡർ സ്റ്റൈൽ സെലക്ട് ചെയ്യാം. ബോർഡർ സ്റ്റൈൽ പറഞ്ഞാൽ ഏത് സ്റ്റൈലിൽ വേണം നമുക്ക് ബോർഡർ സെറ്റ് ചെയ്ത് വരാൻ, ആ ഒരു സ്റ്റൈൽ ഇവിടെ സെലക്ട് ചെയ്യാം. ഞാൻ ഡബിൾ സോളിഡ് ലൈൻസ് റെഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പെൻ കളറൊക്കെ റെഡ് ആയിരിക്കും. വേണമെങ്കിൽ നമുക്കിവിടെ ആ ഒരു പെന്നിൻ്റെ തിക്നെസ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ആഡ് ചെയ്യുന്നില്ല, ഹാഫ് പെൻ ഇരിക്കട്ടെ. ഇനി ബോർഡേഴ്സിൽ തന്നെ നമുക്ക് പലതരം ഓപ്ഷൻ ഉണ്ട്. ബോട്ടം ബോർഡർ, അതായത് ബോട്ടത്തിൽ മാത്രം വന്നാൽ മതിയോ, അല്ലെങ്കിൽ ടോപ്പ് ബോർഡർ. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ടേബിളിൽ അത് ചേഞ്ചസ് കാണാൻ കഴിയും. അതുപോലെ ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ, നോ ബോർഡർ പറഞ്ഞാൽ ബോർഡേഴ്സ് ഒന്നും ഇല്ലാതെ ഓൾ ബോർഡേഴ്സ് പറഞ്ഞാൽ എല്ലാത്തിനും ബോർഡേഴ്സ് വരും പോലെ. അങ്ങനെ കുറച്ച് നമുക്ക് ഓപ്ഷൻസിനകത്തുണ്ട്. അപ്പോൾ ഓരോന്നും സെലക്ട് ചെയ്ത് നോക്കിയാൽ അതിനനുസരിച്ചിട്ട് അവിടെ ബോർഡേഴ്സ് സെറ്റ് ആവുന്നതായിരിക്കും. ഇവിടെ ഓൾ ബോർഡേഴ്സ് സെലക്ട് ചെയ്യാം. അപ്പോൾ അവിടെ ബോർഡർ സെറ്റ് ചെയ്യുന്നുണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റിൽ നിന്നും എങ്ങനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡാറ്റാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഡാറ്റാസും ടാബ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നെയിം ടാബ് അടിച്ചിട്ടുണ്ട്, റോൾ നമ്പർ കഴിഞ്ഞിട്ട് ടാബ് അടിച്ചിട്ടുണ്ട്, അതുപോലെ അജയ് കഴിഞ്ഞിട്ട് ടാബ് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ടാബ് വെച്ചിട്ടാണ് ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇൻസേർട്ടിനകത്ത് ടേബിൾ പറഞ്ഞ ഓപ്ഷനകത്ത് കൺവേർട്ട് ടെക്സ്റ്റ് ടു ടേബിൾ പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര കോളം വേണം അല്ലെങ്കിൽ എത്ര റോസ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നതനുസരിച്ച് തന്നെ കൊടുക്കാം. കോളം വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ സെപ്പറേറ്റ് ടെക്സ്റ്റ് അറ്റ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് പാരഗ്രാഫ് വെച്ചിട്ടാണോ സെപ്പറേറ്റ് ചെയ്യേണ്ടത്, കോമാസ് വെച്ചിട്ടാണോ, ടാബ് വെച്ചിട്ടാണോ എന്ന് ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ എല്ലാം ടാബ് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ടാബ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ കൊടുത്തതിന് നമുക്കിവിടെ കാണാൻ കഴിയും നമ്മുടെ ടെക്സ്റ്റ് ടേബിളിലോട്ട് കൺവേർട്ടായി. അപ്പം ഇങ്ങനെയാണ് ടെക്സ്റ്റിനെ ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാർട്ട്സിനെ കുറിച്ചിട്ടാണ്. അതായത് ഒരു ഡോക്യുമെന്റിനകത്ത് എങ്ങനെ ചാർട്ട്സ് ഇൻസേർട്ട് ചെയ്യാമെന്നാണ്. ചാർട്ട്സ് നമുക്ക് ആഡ് ചെയ്യാം. അതും ഇൻസേർട്ടിനകത്ത് പോയിട്ട് ചാർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇവിടെ നമുക്ക് പല ടൈപ്സ് ചാർട്ട്സ് കാണാൻ കഴിയും. ഇതിൽ നമുക്ക് ഏത് ചാർട്ടാണോ വേണ്ടത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. കോളം ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട് വേണ്ട ഒത്തിരി ചാർട്ട്സുകളുണ്ട്. ഇതിൽ നമുക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ കോളം ചാർട്ടാണ് യൂസ് ചെയ്യുന്നത്. കോളം ചാർട്ടിൽ തന്നെ നമുക്ക് പല ഡിസൈൻസ് കാണാൻ കഴിയും. ഇപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ 3D കോളം ഉണ്ട്, 3D 100% സ്റ്റാക്ക്ഡ് കോളം ഉണ്ട്, അതുപോലെ 3D സ്റ്റാക്ക്ഡ് കോളം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ആ ഒരു ചാർട്ട് നമ്മുടെ ഡോക്യുമെന്റിനകത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ചാർട്ടിനോടൊപ്പം തന്നെ നമുക്കൊരു സ്പ്രെഡ്ഷീറ്റും ഓപ്പൺ ചെയ്തിട്ട് വരും. അപ്പോൾ ഈ സ്പ്രെഡ്ഷീറ്റിൽ ഡാറ്റൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ചാർട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ചിട്ട് ആ ചാർട്ടിലും മാറ്റം വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ 4.3 അല്ലെങ്കിൽ സീരീസ് 1ൻ്റെ അവിടെ ഞാൻ വെറുതെ സീരീസ് 1.2 എന്ന് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സീരീസ് 1ൻ്റെ അവിടെ എന്ത് വരും? സീരീസ് 1.2 വരും. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നു, അപ്പോൾ വാല്യൂസ് ചേഞ്ചസ് വരുത്തിയാലും അതിനകത്ത് അത് ചേഞ്ച് ആവുന്നതായിരിക്കും. ഇനി നമുക്ക് ഒന്നും കൂടി ഈ ഒരു ചാർട്ടിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് റോസും കോളംസും സ്വിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് സീരീസ് പറയുന്നത് താഴെയും കിടക്കുന്നത്, അതുപോലെ കാറ്റഗറി പറയുന്നത് ഇവിടെ കിടക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ചെയ്യാം. അതിനുള്ള ഓപ്ഷനാണ് സ്വിച്ച് റോ ഓർ കോളം പറഞ്ഞത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റോസും കോളംസും സ്വിച്ചായി. അതായത് ഇവിടെ കാറ്റഗറി 1, 2, 3, 4 വന്നു, അതുപോലെ ഇവിടെ സീരീസും വന്നു. വീണ്ടും ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ രൂപത്തിൽ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീണ്ടും കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു ചാർട്ടിൽ സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ ചാർട്ട് ഡിസൈൻ എനേബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ചാർട്ട് സ്റ്റൈലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ചാർട്ടിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ചാർട്ട് വേണ്ട, പുതിയ വേറൊരു ചാർട്ട് വേണമെങ്കിൽ ചേഞ്ച് ചാർട്ട് ടൈപ്പിൽ പോവാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വീണ്ടും ഫസ്റ്റ് പേജിനകത്ത് വന്ന പോലെ വരും. അതിൽ ഞാൻ ലൈൻ എടുക്കണമെങ്കിൽ ലൈൻ എടുത്തിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ലൈൻ ചാർട്ടായിരിക്കും വേണ്ടവ. നമ്മൾ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്, എഡിറ്റ് ഡാറ്റ എന്ന്. അപ്പോൾ ഇതിൽ ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റും. സെയിം തന്നെ വരുന്നത്. നമുക്ക് ഇങ്ങനെ ഡയറക്റ്റായിട്ടും എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് പോയിട്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ഡാറ്റ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡോക്യുമെന്റിനകത്ത് ഒരു ചാർട്ട് ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് സ്പ്രെഡ്ഷീറ്റ് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. കണ്ടൻസ് അവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ എഡിറ്റ് ഡാറ്റയിൽ പോയിട്ട് എഡിറ്റ് ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രെഡ്ഷീറ്റ് വീണ്ടും ഓപ്പൺ ആയി വരുന്നതായിരിക്കും. നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്കിൽസ് കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ഞങ്ങളുടെ ഫേസ് ടു ഫേസ് ക്ലാസ് അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിൽ ഇന്ന് തന്നെ എൻറോൾ ചെയ്യൂ. വിദഗ്ധരായ അധ്യാപകർ, മോഡേൺ ഫെസിലിറ്റീസ്, സൗകര്യപ്രദമായ ലൊക്കേഷൻ, മാന്യമായ ഫീസ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കേഷൻ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. നമ്മൾ ഇന്ന് പഠിച്ച ക്ലാസിന്റെ സമ്മറിയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം ഒബ്ജക്ട്സിനെ കുറിച്ചാണ് പഠിച്ചത്. ഒബ്ജക്ട്സ് എങ്ങനെ അലൈൻ ചെയ്യാം, അതെങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം, അൺഗ്രൂപ്പ് ചെയ്യാം, അതുപോലെ ഒരു ഒബ്ജക്റ്റിനെ എങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം അല്ലെങ്കിൽ ബാക്കിലോട്ട് കൊണ്ടുവരാം എന്നുള്ള ഡീറ്റെയിൽസാണ് പഠിച്ചത്. പിന്നെ പഠിച്ചത് ടേബിൾസിനെ കുറിച്ചിട്ടാണ്. ടേബിൾസിനകത്ത് എങ്ങനെ ഒരു റോ ആഡ് ചെയ്യാം അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ ടേബിൾ സ്റ്റൈൽസ് എങ്ങനെ അപ്ലൈ ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചത് ടെക്സ്റ്റിൽ നിന്നും എങ്ങനെ ഒരു ടേബിളിലോട്ട് കൺവേർട്ട് ചെയ്യാന്നൊക്കെയാണ്. പിന്നെ പഠിച്ചത് ചാർട്ട്സ് ആണ്. അപ്പോൾ ചാർട്ട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെ മോഡിഫൈ ചെയ്യാം, അതുപോലെ അതിൻ്റെ സ്റ്റൈൽ എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ചിട്ടാണ്